കൊച്ചി പാലാരിവട്ടത്തെ MDMA വിൽപ്പനയിൽ അന്വേഷണം കൊല്ലത്തേക്ക് നീളുന്നു. പ്രതി മൻസൂർ അഹമ്മദ് MDA വിറ്റിരുന്നത് കൊല്ലം സ്വദേശികളായ ഡോക്ടർക്കും അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള വൈറ്റ് കോളർ ജോലിയുള്ള ആളുകൾക്കാണെന്നുള്ള നടുക്കുന്ന വാർത്ത വരുന്നുണ്ട്. ബംഗളൂരിൽ നിന്ന് ലഹരി വാങ്ങി എറണാകുളത്ത് എത്തിക്കുന്ന പ്രതിയുടെ കസ്റ്റമേഴ്സിൽ കൂടുതലും ഇത്തരം വെള്ളക്കോളർ പ്രൊഫഷണലുകളാണ് എന്നുള്ള നടുക്കുന്ന സൂചന കൊല്ലത്തുനിന്ന് വരുന്നുണ്ട്. അന്വേഷണം കൊല്ലത്തേക്ക് നീണ്ടുപോകുന്നു. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ്, പറയൂ ശ്യാം. എസ്കെൻ, ലഹരി വിൽപ്പനയുടെ അല്ലെങ്കിൽ ലഹരി വിൽപ്പനക്കാരുടെ രീതികളും അവരുടെ കച്ചവട ആളുകളും ഒക്കെ മാറുന്നു എന്നുള്ളതാണ് ഈ പ്രതിയുടെ അറസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ മൻസൂർ അഹമ്മദ് എന്ന് പറയുന്നയാൾ കൊച്ചിയിൽ കഴിഞ്ഞ 6 മാസമായി ഓൺലൈൻ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നു എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ പോലീസ് പരിശോധനയിൽ ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് സ്ഥിരമായി ലഹരി വസ്തുക്കൾ പ്രത്യേകിച്ച് MDMA ഉൾപ്പെടെ കൊണ്ടുവന്ന ശേഷം കൊല്ലത്തേക്ക് ഓട്ടോ ഓടിച്ചു കൊണ്ടുപോയി അവിടുത്തെ സ്ഥിരം ആളുകൾക്ക്, അത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലന്മാരും ഒക്കെയുണ്ട് ആ പട്ടികയിൽ എന്നുള്ളതാണ് ഇയാൾ തന്നെ കൊടുത്ത മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത്. അത്തരക്കാരുടെ പേരുകൾ കേട്ട് പോലീസുകാർ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ വിൽപ്പന നടത്തി ജീവിച്ചു വന്നയാളാണ് പ്രതി എന്നുള്ള വിവരമാണ് പോലീസിൽ ലഭിച്ചത്. ഏതായാലും ഈ ലഹരി ഉപയോഗിച്ചിരുന്ന ആളുകൾ ഇതൊക്കെ ഉപയോഗിച്ചാണോ ആശുപത്രിയിലൊക്കെ എത്തിയിരുന്നതെന്ന് സംബന്ധിച്ച് അന്വേഷണം കൊല്ലത്തേക്ക് നീട്ടാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൊച്ചിയിലും സമാനമായ സാഹചര്യത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വരെ ഇയാൾ ലഹരി വിൽപ്പന നടത്തിയിരുന്നു എന്നുള്ള വിവരവും വരുന്നുണ്ട്. ഏതായാലും ഇത്തരക്കാരിലേക്കുള്ള അന്വേഷണം കൊണ്ടുപോകാൻ തന്നെയാണ് പാലാരിവട്ടം പോലീസിന്റെ തീരുമാനം. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.